ഹലോ ഗയ്സ്, അങ്ങനെ നമ്മുടെ മാടത്തോരും മുമ്പേല് നമ്മുടെ സ്റ്റാൻലിയുടെ അച്ഛനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ സ്റ്റാൻലിയുടെ വീട്ടിലത്തെ ഒരു പണിക്കാരൻ തന്നെയാണ് ഈ പണി വെച്ചു കൊടുക്കുന്നത്. അദ്ദേഹം വിളിച്ച് പറയുന്നുണ്ട്, അതായത് സ്റ്റാൻലി മകളെന്നും പറഞ്ഞ് ഒരു അനാഥ പെണ്ണിനെ അവിടെ താമസിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മുടെ സ്റ്റാൻലിയുടെ അച്ഛനെ വിളിച്ചിട്ട് അറിയിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നിട്ട്, അതായത് സ്റ്റാൻലിയുടെ വീട്ടിൽ വന്ന് നമ്മുടെ അലീനയെ കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇനി എന്തൊക്കെ പൊട്ടിത്തെറികളാകും അവിടെ സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ സ്റ്റാൻലിയും അപ്പനും മോനും അലീനയും കൂടെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകും. അവര് തമ്മിലൊരു പൊട്ടിത്തെറി ഉണ്ടാകും. ഇതിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം, അല്ലേ കൂട്ടുകാരെ? അപ്പുറത്താണെങ്കിൽ നമ്മുടെ വൈജയന്തിയും ബാലചന്ദ്രനും തമ്മിലുള്ള പൊട്ടിത്തെറികളൊക്കെ അത്യാവശ്യം നടന്നു കഴിഞ്ഞു, തുടങ്ങിക്കഴിഞ്ഞു അല്ലെ? അപ്പൊ അവിടെ നമ്മുടെ ബാലചന്ദ്രൻ പറയാതെ പറയുന്നുണ്ട്, നീയാണ് ഏറ്റവും വലിയ തെറ്റ് ചെയ്തിട്ട് ഒളിപ്പിച്ചു വെച്ച് നടക്കുന്നേ എന്ന് പറയുന്നുണ്ട്. പക്ഷെ വൈജയന്തി മന്ദബുദ്ധിനെ പോലെ അഭിനയിക്കുവാണോ, അല്ലെങ്കിൽ താൻ തെറ്റുകാരിയല്ല എന്നിങ്ങനെ സ്വയം പറയുകയാണോ എന്ന് അറിയില്ല. വൈജയന്തി ഒന്നും അറിയാത്ത പോലെ ഞാൻ തെറ്റുകാരിയല്ല എന്നിങ്ങനെ ഉറക്കെ ഇങ്ങനെ വിളിച്ചു കൂകി നടപ്പുമുണ്ട്. ഇനി നമ്മുടെ അപ്പൂപ്പനും കൊച്ചുമോളും കൂടെ കാണുമ്പോഴായിരിക്കും രംഗം കൊഴുക്കാൻ പോണത്. നമ്മുടെ സ്റ്റാൻലിയുടെ അപ്പനും അലീനയും കൂടെ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച, അതാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്, അല്ലേ കൂട്ടുകാരെ? ആ ഒരു സമയത്ത് നമ്മുടെ അച്ഛൻ എന്തായാലും നമ്മുടെ അലീനയെ അവിടെ നിന്ന് ഇറക്കി വിടാൻ പറയും. അപ്പൊ സ്റ്റാൻലി എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് വലിയൊരു കാര്യമാണ്, അല്ലേ? കാത്തിരിക്കാട്ടോ. ഇപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.